നമസ്കാരം പ്രിയമുള്ളവരെ. യൂട്യൂബും അതുപോലെ തന്നെ മറ്റ് മീഡിയകളൊക്കെ നിരന്തരം വാച്ച് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ, അത് സത്യമാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും പലപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. ഒരു വാർത്തയ്ക്കും ഒരു പത്രപ്രവർത്തകനും സാക്ഷിയായിരിക്കത്തില്ല. 1000 കേസ്, 1,00,000 അതിലധികം വാർത്തകൾ ഉള്ളപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സംഭവത്തിന് അയാൾ സാക്ഷിയാകുന്നത്. ബാക്കി ഒന്നും തന്നെ അയാൾ സാക്ഷിയല്ല. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതും സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. പണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ 1-2 ചാനലുകൾ നിരന്തരം ഒരു മനുഷ്യനെ നിരന്തരം വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കുന്നതിനപ്പുറമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിലേറ്റവും മുൻപന്തി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് റിപ്പോർട്ടർ എന്നും ആ ചാനലിൻ്റെ നെടുന്തൂണെന്ന് പറയുന്ന അരുൺ കുമാറുമാണ്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വരെയുള്ളൊരു മനുഷ്യനാണ്. വിദ്യാഭ്യാസം ഒരാളുടെ വിവേകവും വിവരം അന്വേഷിച്ച് വളരെ വിവേകത്തോടുകൂടി സത്യസന്ധമായി കാര്യങ്ങൾ പറയുവാനുള്ള കഴിവാണ്, അല്ലെ അയാൾക്കതുണ്ടാകും, അയാളങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതം ഉള്ള ആളല്ല, ആ പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരാളല്ല മൊട്ട അരുൺ എന്നറിയപ്പെടുന്ന അരുൺകുമാറും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും. പിന്നെ 24 ആണ്. 24ഉം ഏകദേശം അരുൺകുമാറിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ചാനലുകളെ നടത്തി മുമ്പോട്ട് കൊണ്ടുപോയി ഓരോ ദിവസവും മുമ്പോട്ട് പോയി പണം കൊയ്യണം എന്നൊറ്റ ആഗ്രഹത്തിന് പുറത്താണ് ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്. കൈരളിയെ പറ്റി പറയേണ്ട കാര്യമില്ല. 24x7 എന്ന് പറയുന്ന ന്യൂസ് ചാനലിലെ 2 CPM-ൻ്റെ നേതാക്കളാണ്. ഞാൻ CPM-ൻ്റെ നേതാക്കന്മാർ ബിസിനസ് ചെയ്യരുതെന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. പക്ഷെ പറയാൻ കാരണം, നിലവിലെ പാലക്കാട് MLA പാലക്കാട് അയാളുടെ മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ, മൊയൻ LP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂളാണ്, മോഡൽ സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം, അവിടുത്തെ LP സ്കൂളിലെ കുഞ്ഞുങ്ങളോടൊപ്പം പച്ച മലയാള LP സ്കൂൾ എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് വരെയാണ്. പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ 36 വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അവൻ്റെ അമ്മ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പ്രായത്തിൽ അവനുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന സ്കൂൾ, അതാണ് എൻ്റെ തനി മലയാളം. ആ സ്കൂളിലെ പ്രോഗ്രാമിന് പോകാൻ കാരണം ആ സ്കൂളിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് ഒരുക്കി കൊടുത്തത്. അവനെ വിളിച്ചാൽ ഖേദമൊന്നും വേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അനിയനാനുള്ള പ്രായമുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ സ്കൂളിൽ പോയി അവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടു, കുഞ്ഞുങ്ങളോടൊപ്പം നിന്നു. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് കാര്യം പറയുന്നതും അവരോടൊന്ന് ഇടവഴി നിൽക്കുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. നമ്മുടെ തലച്ചോറിന് നല്ല വികാസം കിട്ടും. അവരോടൊപ്പം റീൽ ചെയ്തു, അത് ഫേസ്ബുക്കിലിട്ടു എന്നൊക്കെയാണ് രാഹുലിനെതിരെയുള്ള കുറ്റം. അതല്ല കുറ്റം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ, ബലാത്സംഗ വീരനെ, സ്ത്രീ വിരോധിയെ, സ്ത്രീപക്ഷമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിനെ, ഏത് പ്രായത്തിൽ കണ്ട സ്ത്രീയെ കണ്ടാലും ബലാത്സംഗം ചെയ്യുന്ന, 60 വയസ്സുള്ള സ്ത്രീയെ പോലും ബലാത്സംഗം ചെയ്യുന്ന എന്ന് CPM ചാപ്പ് കുത്തിവിട്ടിരിക്കുന്ന പാലക്കാടിൻ്റെ MLA എന്തിന് ഈ പ്രോഗ്രാമിൽ വിളിച്ചു, അയാൾ എങ്ങനെ അവിടെ വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. പരാതിക്കാർ CPM-കാരാണ്. പരാതി കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെയാണ്. പിന്നെ ബാലാവകാശ കമ്മീഷൻ എന്നൊരു കമ്മീഷനുണ്ട്. അയാളുടെ പേര് പോലും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പേരെനിക്കറിയാം, മനോജ് എന്നാണെന്ന് തോന്നുന്നു, അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു, CPM-കാരനാണ്. അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഇങ്ങനെ കമ്മീഷനുകളിലെല്ലാം തന്നെ, കൂടാതെ കുഞ്ഞുങ്ങളുടെ വേണ്ട ശിശുക്ഷേമ സമിതി ഉൾപ്പെടെ ഉള്ളിടത്തെല്ലാം തന്നെ ഓരോ കക്ഷികൾ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയക്കാരെ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ചില കുട്ടികളുടെ അച്ഛൻ്റെ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു മേടിക്കുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുള്ള നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്ന കമ്മീഷൻ, ഇതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞിരിക്കുകയാണ്, DOയോടും DDയോടും പറഞ്ഞിരിക്കുകയാണ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് പറഞ്ഞിരിക്കുന്നു, ഡെപ്യൂട്ടി ഡയറക്ടറോട് പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇയാൾ എന്തിനാ അവിടെ വിളിച്ചു വന്നു, ഇയാളെ ആര് ക്ഷണിച്ചു, അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് ഏപ്രിൽ 14-ാം തീയതി കൊടുക്കണമെന്ന്. പോക്സോ കേസെടുത്ത് അവനെ അകത്തിടാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ, രാഹുലിൻ്റെ PR വർക്ക് ചെയ്യുന്നവരൊന്നും അല്ല, എന്നെപ്പോലുള്ള കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ഒരു നടപടി വരാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി സമൂഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് പോക്സോ എന്ന പരിപാടി നിന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആൺകുട്ടിയെ പീഡിപ്പിച്ചു, ട്യൂഷൻ എടുക്കാൻ പോയ സമയത്ത്, കടമ്പനാട് സ്കൂൾ ട്യൂഷൻ എടുക്കാൻ പോയ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ ഉണ്ടാക്കി വെച്ചു. ആ കഥയ്ക്കകത്ത് പെട്ടാണ് 10 പേർ ലിസ്റ്റ്. ആ 10 പേർ ലിസ്റ്റ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പരാതിക്കാരിയുടെ അടുത്ത്, അവരാണല്ലോ ഇതിൻ്റെ ഇപ്പം അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അവരെ കളിയാക്കി പറയല്ല. പരാതി കൊടുക്കുമ്പോൾ കുറേ മാന്യമാരീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകണം. നമ്മളതിനകത്ത് കുറ്റവാളിയാണോ എന്ന് നോക്കണം. 2 കൈയോട് അടിക്കുമ്പോഴേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കാരണം അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും
നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കാനുള്ള യോഗ്യത എന്താണ്? നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നു, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട നിയമം നിർമ്മിക്കുന്ന സഭയാണ് കേരള നിയമസഭ. ആ നിയമസഭയുടെ മുകളിൽ അടിവസ്ത്രം ഉണ്ടായിട്ടോ ഇല്ലാതെയോ നടന്ന് ഗുസ്തി കാണിച്ച് അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിച്ച ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അങ്ങനെ പലരും ഉണ്ട് ആ കൂട്ടത്തിൽ. ഇപ്പോഴും അദ്ദേഹത്തിന് ക്രിമിനൽ കേസുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതകം നടത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിനെ കൊന്നിട്ട് രാഷ്ട്രീയ കൊലപാതകം നടത്തിയെന്ന് ചരിത്രം പറയുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. എം ഷംസീറിനെതിരെ എത്ര കേസുകളുണ്ട്? മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ ക്രൈം നന്ദകുമാറിൻ്റെ സ്ഥാപനത്തിൽ കയറി തീയിടുകയും അവിടെ ലാവലിൻ കേസിൻ്റെ രേഖകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പുറത്ത് കേസിൽ ഉണ്ടായിട്ടില്ലേ? ഈ മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ ക്രിമിനൽ കേസിലെ പ്രതികളാണ്? ഈ മുകേഷിനെതിരെയില്ലേ? പിന്നെ ഗണേശനെതിരെയുള്ള കാര്യം പറയണ്ടല്ലോ. അത് 5000 അയാൾ തന്നെ 5000 എന്ന് പറയുന്നത്. പക്ഷേ കയ്യിൽ എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതിന് ശേഷം പത്തനാപുരത്തുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേണു 5000 ഒന്നും അല്ല, 25,000-ന് മേളിലാണ്. പുള്ളിക്ക് ഡയറി എഴുതി ശീലമില്ലാത്തതുകൊണ്ട് അറിയാത്ത മനക്കണക്കിൽ 5000 എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കക്ഷികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എങ്കിൽ അവനെ അതിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവരേണ്ട സമൂഹം, ഈ പാർട്ടിക്കാർ രാഷ്ട്രീയ വൈര്യം വെച്ചിട്ട് ഒരു സ്കൂളിൽ പോയി അവിടുത്തെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചതിൻ്റെ പേരിൽ, കുഞ്ഞുങ്ങളോടൊപ്പം ആഹ്ലാദിച്ചതിൻ്റെ പേരിൽ ഇവർക്ക് സഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഭാഷയിൽ ഇതിന് മറുപടി പറയാൻ പറ്റില്ല. ഇത് മറുപടി പറയേണ്ട ഭാഷ വേറെയാണെന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെ ശരിയാണോ? പൊതുസമൂഹം തിരക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലാവകാശ കമ്മീഷൻ, ഈ പറഞ്ഞ കാര്യത്തിന് മാത്രമേ ഉള്ളൂ ബാലാവകാശ കമ്മീഷൻ. ധാരാളം കമ്മീഷനുകളുണ്ടെങ്കിലും ഈ ബാലാവകാശ കമ്മീഷൻ ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? എത്രയെത്ര കാര്യങ്ങൾ. തെരുവിലിറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ അവകാശമില്ലേ? ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കൊച്ചുമക്കൾക്ക് ബിസ്ക്കറ്റും കൊണ്ടുപോയ കമ്മീഷൻ ചെയർമാൻ എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഇടപെടുന്നു? അത് നിങ്ങൾ പാർട്ടിക്കാർ പറയുന്ന മാത്രം ചെയ്യാനാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണം, നികുതി പണം ഉപയോഗിച്ച്, ഞങ്ങളുടെ കാശ് ഉപയോഗിച്ച് അത് വെച്ച് ഉറങ്ങി ഇതിരുന്നിട്ട് ഈ വൃത്തികെട്ട പരിപാടികളും കൊണ്ട് നടക്കുന്നത്? വേറെ എന്തെല്ലാം അന്തസ്സായ കാര്യങ്ങൾ നാട്ടിലെടുക്കാനുണ്ട്? ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വരൂ, നമുക്ക് അടൂർ, പത്തനംതിട്ട, കേരളം മൊത്തം ഒന്ന് കറങ്ങാം. ഞാൻ തയ്യാറാണ് ഒരു ദിവസം താങ്കളോടൊപ്പം നിൽക്കാൻ. 100 കേസുകൾ ഞാൻ കാണിച്ചു തരാം. താങ്കൾ കേസെടുക്കാൻ പറ്റുമോ? അനാഥാലയങ്ങളിൽ കുട്ടികളെ വളർത്തുന്ന അനാഥാലയങ്ങളിൽ വരെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. താങ്കൾ കേസെടുക്കാൻ പറ്റുമോ? പറ്റില്ല, എടുക്കില്ല. അവർക്കൊന്നും അവകാശമില്ല. ആകെ ബാലാവകാശം വരുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആരെങ്കിലും കൊച്ചുകുട്ടികളെ ഇനി അവൻ കുഞ്ഞുങ്ങളെപ്പോലും നോക്കരുത്. ഒരു കാര്യം ചെയ്യാൽ മതി, ഒരു വലിയ ഇരുമ്പറ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിഷ്ഠിക്കുക. നിങ്ങൾ പറയുമ്പോൾ മാത്രം അവൻ പുറത്തിറങ്ങിയാൽ മതി പറയുക. MLA എന്ന അവകാശം അവനുണ്ട്. മുഖ്യമന്ത്രി എന്ന അവകാശം പിണറായി വിജയനുള്ളതുപോലെ MLA എന്ന അവകാശം അയാൾക്കുണ്ട്. ആ അവകാശം വിനിയോഗിക്കാൻ അയാളെ അനുവദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിനിടെ എന്തിനാണ് ഈ വൃത്തികെട്ട പരിപാടിക്ക് പോകുന്നത്? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും ഒരു ചെറുപ്പക്കാരനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ വളരെ വലുതാണ്. ആ വലുതിൻ്റെ വലിപ്പത്തിനകത്ത് എന്താണെന്ന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് കേട്ടിട്ടുള്ള കഥയാണ്. ഒരു ഗുരു രണ്ട് ശിഷ്യന്മാർക്ക് 2 രൂപ കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ രൂപ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഈ മുറിക്കകം മുഴുവൻ നിങ്ങൾ നിറച്ചിരിക്കണം ഈ പണം കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. 2 പേരും പല സ്ഥലങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിച്ചു. ഗുരു ഒരാളുടെ മുറിയിൽ വന്ന സമയത്ത് അവിടെ ഒരു നിലവിളക്കും സാമ്പ്രാണിത്തിരിയും കത്തിച്ച് അയാൾ വെച്ചിരുന്നു. നല്ല സുഗന്ധമുണ്ടായിരുന്നു അവിടെ. തൊട്ടടുത്ത മുറിയിൽ ചെന്നപ്പോൾ ശിഷ്യൻ ചെന്നപ്പോഴേ ഒരു 50 പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 50 പൈസ കൊണ്ട് ഞാൻ ഈ മുറി നിറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുറി തുറന്ന ഗുരു അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. കാരണം അവനാ നാട്ടിലെ വേസ്റ്റ് എല്ലാം അവരോട് കൊണ്ട് മേടിച്ചിരിച്ചു 50 പൈസയ്ക്ക്. 50 പൈസ ഗുരുവിനും കൊടുത്തു. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇത്ര ഇതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളൂ. ഇനിയും പരാതിക്കാർ വരാനുള്ള സാധ്യത കാണുന്നു. ആ പരാതിക്കാരെയൊക്കെ ചവിട്ടുകൊട്ടയിലേറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് നാളെ പറയേണ്ടി വരും. നന്ദി.